യെസ്, നമ്മളെല്ലാവരും പവർഫുൾ ആണ്. നമ്മൾ സൂപ്പർ ഗേൾ ആൻഡ് സൂപ്പർ വുമൺ അല്ല, സൂപ്പർ ഗേൾ ആൻഡ് സൂപ്പർ ബോയ് ആണ്. ഓക്കെ, എനിവേയ്സ് നമുക്ക് പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിലേക്ക് തിരിച്ചു വരും. അനങ്ങിത് അനങ്ങില്ലേ? പയ്യനല്ലേ സ്റ്റീവിനെ പോലെ പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലൈറ്റ്, മിറേഴ്സ് ആൻഡ് ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസസിലെ ലെൻസസ് അല്ല, മിറേഴ്സിന്റെ ഇമേജ് ഫോർമേഷൻ പറഞ്ഞു, അവരുടെ യൂസസ് പറഞ്ഞു. ഇതൊക്കെ കണ്ടായിരുന്നല്ലേ? ഓർമ്മയുണ്ടാ? ഇന്നും ഉണ്ട് കേട്ടാ, ഇവര് തന്നെ ഇന്നും വരുന്നുണ്ട്. നമുക്ക് ലെൻസിൽ ഇവരെ വീണ്ടും പഠിക്കാനുണ്ട്. എന്താ നോക്കണേ, പിന്നെയും കാണുമല്ലോ. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, ലാറ്ററൽ ഇൻവേർഷൻ ഷോ ചെയ്യും. ഓക്കെ, ഒരാളൊന്ന് വിളിച്ചേ. Ved. Is he busy with something else? Yes. എന്താ മുന്നേ കൂട്ടാ, എന്താ ചെയ്യുന്നത് അവിടെ? നെയിൽ കട്ടർ വെച്ചിട്ട് നെയിൽ കട്ട് ചെയ്തോണ്ടിരിക്കാണോ? അതിന്റെ നൈഫ് വെച്ചിട്ട് കളിക്കാണല്ലേ? കണ്ടിന്യൂ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മിസ്സേ, അവനൊന്ന് ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്തേ കേട്ടോ. അതൊക്കെ മാറ്റി വെച്ചേ, അവിടെ നിന്ന് മാറ്റി വെച്ചേ. ഇനി അടങ്ങിയിരുന്നോളൂ കേട്ടോ. മുമ്പട്ടെ കേമാ. ഓക്കെ, അടുത്താരാണ്? അൻവിത്ത. കൂട്ടുകാരി ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നത്. നേരെ നോക്കിയാലല്ലേ എന്നെ കാണുള്ളൂ, താഴെ നോക്കിയാൽ എന്നെ കാണോ? എന്നെ കാണോ? ഇല്ല, കാണില്ല. ആ രണ്ട് കൈ ഒന്ന് ടേബിളിൽ വെച്ചിരുന്നേ. രണ്ട് കൈയും ടേബിളിൽ വെച്ച്. ഈ രണ്ട് കൈയും അവിടെ നിന്ന് അനങ്ങണ കണ്ടാൽ ഞാൻ അവിടെ വന്ന് ഇടിക്കുന്നില്ല. ഓക്കെ, അവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ക്ലാസ് കഴിയുന്നവരെ ഈ രണ്ട് കൈ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഓക്കെ, യെസ്. പണിയായല്ലാന്ന്. ഓക്കെ, യെസ്. അപ്പോ നമ്മള് ലാറ്ററൽ ഇൻവേർഷൻ പഠിച്ചായിരുന്നു. ഒരാളെ കൂടി വിളിച്ചോ മിസ്? സ്റ്റീവ്. സ്റ്റീവ്, ഞാനൊരു ലെറ്റർ എഴുതാം, അത് ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കൂലെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഈസി, സിമ്പിൾ. കാണിക്കില്ല. ഓക്കെ, വെരി ഗുഡ്. ലെറ്റർ സെയിം ആയിരിക്കും. അതായത് ലാറ്ററൽ ഇൻവേർഷൻ ഒക്യൂർ ചെയ്യില്ല. ഒക്യൂർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് തിരിഞ്ഞു വന്നാൽ മാത്രമേ ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് തിരിഞ്ഞു വരില്ല, അതുകൊണ്ട് അത് ഒക്യൂർ ചെയ്യില്ല. ഓക്കെ, ഇനി ഇതോ? അത് ഞാൻ കണ്ടടാ. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ലെറ്ററോ? സ്റ്റീവിന്റെ എസ് ആവും. വെരി ഗുഡ്, യെസ്. ഓക്കെ, അപ്പോ ലാറ്ററൽ ഇൻവേർഷൻ ലെജൻഡറി ലെറ്റർ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ ഒരു 3 ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. ഇറക്റ്റ് ആയിരിക്കും, എപ്പോഴും സെയിം സൈസ് ആയിരിക്കും, ആൻഡ് ഇറ്റ് ഷോസ് ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, ദെൻ ഒരാളെ കൂടി വിളിച്ചോ മിസ്? ലിയ. ആലിയ വന്നാട്ടെ. അപ്പൊ ഒന്നോട്ടെ. വരില്ല നീ. അനന്യ. ഓക്കെ, ഹായ് അനന്യ. ഗുഡ് ഈവനിങ്. യെസ്. വാട്ട് വാസ് ദ സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ? The incident ray, the reflected ray, and the normal at the point of incidence are they are അവരെങ്ങനെയായിരിക്കും? സെയിം പ്ലെയിനിലായിരിക്കും. അത് കംപ്ലീറ്റ് പഠിക്കണം കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 ലോസും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, യെസ്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് ലെൻസ്. ഹെഡിങ് എഴുതാ. ലെൻസ് എന്ന് ഹെഡിങ് എഴുതാ. ഹായ്. ഇതൊക്കെ ഈ ചേട്ടൻ നല്ല സുഖം. ഓക്കെ, മറിച്ചു വെക്കാം. ഡ്രോപ്ലെറ്റ്സ് ഹെഡിങ് എഴുതിയോ? അറിയില്ല.
എനിക്കങ്ങനെ തോന്നി. ഈ മറ്റേ ടെക്സ്റ്റ് ബുക്കിൽ ഈ സയന്റിസ്റ്റുകളുടെ ഒക്കെ ഫോട്ടോ കാണില്ലേ, അപ്പൊ അവരിങ്ങനെ കണ്ണുമുക്കൊക്കെ വരക്കാൻ തോന്നില്ലേ, അതുപോലെ എനിക്ക് എന്ത് കാണുമ്പോഴും ഇങ്ങനെ വരച്ചിടാനൊരു ടെൻഡൻസിയാണ്. ഐ ഡോണ്ട് നോ വൈ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അതന്നെ. Lens, what is lens? Lens is a piece of transparent material like glass with a curved surface which can converge or diverge light rays. Okay. ലൈറ്റിനെ കൺവേർജ് ചെയ്യാനും പറ്റും, അതുപോലെ ഡൈവേർജ് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെ കൺവേർജ് ചെയ്യാനും ഡൈവേർജ് ചെയ്യാനും പറ്റുന്ന കർവ്ഡ് സർഫസ് ഉള്ള, കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഉള്ള ഗ്ലാസിൻ്റെ ഒരു ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയലിൻ്റെ പീസിനെ വിളിക്കുന്ന പേരാണ് ലെൻസ്. ഓക്കെ, അത് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് വേണം ലെൻസിൻ്റെ ഡെഫിനിഷൻ പഠിക്കാനായിട്ട്. ലെൻസ് ഈസ് എ പീസ് ഓഫ് ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ. ഗ്ലാസ് പോലെയുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയലിൻ്റെ ഒരു പാർട്ടാണ് ലെൻസ് എന്ന് പറയുന്നത്. വിത്ത് കർവ്ഡ് സർഫസ്, അതിൻ്റെ സർഫസ് ചിലപ്പോൾ കർവായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ കൺവേർജ് ഓർ ഡൈവേർജ് ലൈറ്റ് റേസ്. 2 ടൈപ്പ് ലെൻസ് ഉണ്ട് നമുക്ക്. മിറേഴ്സ് ഉള്ള പോലെ തന്നെ കോൺകേവ് ലെൻസും ഉണ്ട്, കോൺവെക്സ് ലെൻസും ഉണ്ട്. അതിലൊരു ലെൻസ് ലൈറ്റിനെ കൺവേർജ് ചെയ്യും, അതായത് ഒരൊറ്റ പോയിന്റിലേക്ക് എല്ലാ ലൈറ്റിനെയും കൊണ്ടുവരും. അതേസമയം വേറെ ലെൻസ് ലൈറ്റിനെല്ലാം ഡൈവേർജ് ചെയ്യും, എല്ലാ ലൈറ്റിനെയും പല ഡയറക്ഷനിലേക്ക് ഇങ്ങനെ തിരിച്ചുവിടും. കൺവേർജ് ചെയ്യുന്ന ലെൻസ് ഏതായിരിക്കും, ഡൈവേർജ് ചെയ്യുന്ന ലെൻസ് ഏതായിരിക്കും? നിങ്ങളുടെ ഗസ് ആണ് എനിക്ക് വേണ്ടത്. വിളിച്ചോ മിസ്. അറിയാവുന്നവരൊക്കെ ഒന്ന് വീശിക്കോട്ടാ, വിശിക്കോ. കൺവേർജ് ചെയ്യുന്ന ലെൻസ് ഏതായിരിക്കും? ആരാണ്? ഏതാണ്? യെസ്. എങ്ങനെ കറക്റ്റ് ആയിട്ട് നീ ഗസ് ചെയ്ത് നിനക്ക് അറിയുമായിരുന്നാ? കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് മിസ്സേ. സിമ്പിൾ. ഞാനും അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ 7th പഠിപ്പിച്ച സെയിം ടോപ്പിക് തന്നെയാണ്. ഓക്കെ, കൺവേർജ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും, ഡൈവേർജ് ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ആയിരിക്കും. പക്ഷെ മിറേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കൺവേർജ് ചെയ്യുന്നത് കോൺകേവ് മിററാണ്, ഡൈവേർജ് ചെയ്യുന്നത് കോൺവെക്സ് മിററാണ്. ഓക്കെ, അതായത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കൺവേർജിങ് മിറർ ആണെങ്കിൽ അത് കോൺകേവ് മിററാണ്. ഓക്കെ, ഡൈവേർജിങ് മിറർ അത് കോൺവെക്സ് മിററാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം, കൺവേർജിങ് ലെൻസ് അത് കോൺവെക്സ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. മാറിപ്പോവരുത്. മിറേഴ്സ് വരുമ്പോൾ കൺവേർജിങ് വരുന്നത് കോൺകേവ്, ലെൻസ് വരുമ്പോൾ കൺവേർജിങ് വരുന്നത് കോൺവെക്സ്. എന്താണ് കൺവേർജിങ്, എന്താണ് ഡൈവേർജിങ്? എനി ഐഡിയ? ഒന്ന് വേവ് ചെയ്തേ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. വാട്ട് ഈസ് കൺവേർജിങ് ആൻഡ് വാട്ട് ഈസ് ഡൈവേർജിങ്? വിളിച്ചോ മിസ്. ഋഷിക, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺവേർജിങ് ആൻഡ് ഡൈവേർജിങ്? യെസ്, ഡൈവേർജിങ് ആവുമ്പോ അതന്നെ ഡിഫറെന്റ് ഡിറക്ഷൻസിലേക്ക് പോകും അല്ലെ. യെസ്, വെരി ഗുഡ്. ഇതാണ് കൺവേർജിങ് ആൻഡ് ഡൈവേർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? ലെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പീസ് ഓഫ് ട്രാൻസ്പാരന്റ് മെറ്റീരിയൽ. ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രാൻസ്പാരന്റ് മെറ്റീരിയലിന്റെ ഒരു പീസാണ് ലെൻസ്. ഓക്കെ, അതിന് കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ആണ്. ഓക്കെ, വളഞ്ഞിരിക്കുന്ന പ്ലെയിൻ അല്ല, കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ആണ്. ആൻഡ് വിച്ച് ക്യാൻ കൺവേർജ് ഓർ ഡൈവേർജ് ലൈറ്റ് റേസ്. ഒന്നില്ലെങ്കിൽ കൺവേർജ് ചെയ്യും അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഇഫ് ദ ഡെഫിനിഷൻ ഈസ് ക്ലിയർ, ജസ്റ്റ് വേവ്. നല്ല വേവ്, ബിഗ് വേവ്സ്, വലിയ വേവ്സ്, സുനാമി. എവിടെ അത് അപ്പുറം മുകളിൽ ആ സെറ്റി മാത്രം കാണുന്നത്? ആലിയ ഓക്കെ ആണോ? ഡെഫിനിഷൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഓക്കെ, വേറെ ആരാണ്? വേദം ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ആൽത്തി ഓക്കെ അല്ലേ? ഓക്കെ. യെസ്. ഓക്കെ, അപ്പം നമുക്ക് 2 types ഓഫ് ലെൻസസ് ആണുള്ളത്, വിച്ച് ആർ കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്. നമുക്ക് അവിടെ മിറർ പഠിച്ചപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരായിരുന്നു? കോൺകേവ് ആയിരുന്നു, കോൺവെക്സ് ആയിരുന്നു? മിറർ പഠിച്ചപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ആരായിരുന്നു? കുറേ പഠിക്കാനുണ്ടായിരുന്നത് ആരെക്കുറിച്ചായിരുന്നു? വിളിച്ചോ. നന്ദബാല. നമ്മൾ മിറർ പഠിച്ചപ്പോൾ കൂടുതൽ പഠിക്കേണ്ടത് ആരെക്കുറിച്ചാണ്?
കോൺകേവ് മിറർ ആണ്. പക്ഷെ ഇവിടെ ആരാണ് സ്റ്റാർ എന്നറിയോ? ആരാണ് സ്റ്റാർ? കോൺവെക്സ് ആണ്. യെസ്, ഇവിടെ വരുമ്പോൾ കോൺവെക്സ് ആണ് മെയിൻ ആവുന്നത് കേട്ടോ. ആളെ കുറിച്ചാണ് നമുക്ക് ഇവിടെ കൂടുതൽ പഠിക്കാനുള്ളത്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, കോൺകേവിൽ പഠിക്കാനുള്ള, നമുക്ക് മിറേഴ്സിൽ കോൺകേവിൽ പഠിക്കാനുള്ള സെയിം തന്നെയാണ് ഇവിടെ കോൺവെക്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, സെയിം തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഓ എന്തൊരു എളുപ്പമല്ലേ. വാവ്, യു ഗൈസ് ആർ ബ്ലെസ്ഡ്. അപ്പോൾ ഫസ്റ്റ് ലെൻസ് ആണ് കോൺകേവ് ലെൻസ് കേട്ടോ. ഇതിന്റെ ഷേപ്പ് കണ്ടോ? ഷേപ്പിന് എന്താ പ്രത്യേകത? എഡ്ജുകളിൽ 2 എഡ്ജിലും തിക്കായിരിക്കും, നല്ല തിക്കായിട്ടുള്ള പോർഷൻ ആയിരിക്കും. കണ്ട, നല്ല നല്ല സ്പേസ് ഉണ്ട് എഡ്ജുകളിൽ. പക്ഷേ മിഡിൽ പോർഷൻ എങ്ങനെയായിരിക്കും? ഭയങ്കര തിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എഡ്ജുകളിൽ തിക്കായിട്ടും മിഡിൽ പോർഷൻ തിന്നായിട്ടും വരുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. 2 സൈഡും കണ്ട, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് കോൺകേവ് ആണ്, ആ സൈഡിൽ നിന്നും കോൺകേവ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ലെൻസ് വിച്ച് ഫീൽസ് തിന്നർ ഇൻ ദ മിഡിൽ ദാൻ അറ്റ് ദ എഡ്ജസ് ആർ കോൺകേവ് ലെൻസസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ലെൻസ് വിച്ച് ഈസ് തിന്നർ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജ് ഈസ് കോൾഡ് കോൺകേവ് ലെൻസ്. അങ്ങനെയും പറയാം കേട്ടോ. എഴുതാട്ടോ, വേഗം ഡെഫിനിഷൻ ഒന്ന് എഴുതിയെടുക്കുക. മനസ്സിലായെങ്കിൽ ഡബിൾ തമ്പ്. ഡബിൾ തമ്പ് കാണിച്ചിട്ട് നിങ്ങൾ എഴുതിക്കോ, ഞാൻ ശല്യപ്പെടുത്തില്ല. യെസ്, ഓക്കെ. ആ ശ്രേയ, കണ്ടിട്ട് ഒരു ഹായ് പറഞ്ഞില്ലെങ്കിലേ ശരിയാവില്ല. ആ ഹെയർ ഇങ്ങനെ ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് സ്വന്തമായിട്ട് ചെയ്തതാണോ? ആണോ? അല്ല. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടുണ്ട് അത്. നാണം വന്നിട്ടാ, അതാണ് മുഖം കുനിഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് തിന്നർ അറ്റ് ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ് ആണെങ്കിൽ വാട്ട് വിൽ ബി കോൺവെക്സ് ലെൻസ്? കോൺവെക്സ് ലെൻസ് എങ്ങനെയായിരിക്കും? അതാരാണത്? ആരാണത്? അതാരാണത്? ആരാണത്? സ്റ്റീവൻ, നിനക്കാണോ? നിന്നെ ഞാൻ ആദ്യമേ വിളിച്ചില്ലേടാ. യെസ്, കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ തിരിച്ച് ഇറ്റ് വിൽ ബി തിക്കർ അറ്റ് ദ മിഡിൽ. മിഡിലിൽ നല്ല തിക്കായിരിക്കും, എഡ്ജ് തിന്നായിരിക്കും കേട്ടോ. ദോസ് ലെൻസസ് വിച്ച് ഫീൽ തിക്കർ ഇൻ ദ മിഡിൽ ദാൻ അറ്റ് ദ എഡ്ജസ് ആർ കോൾഡ് കോൺവെക്സ് ലെൻസസ്. ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം അത് ഏത് ലെൻസ് ആണെന്നുള്ളത് കേട്ടോ. കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നുള്ളത്. ഹായ് സ്റ്റീവ്. ഓക്കെ, സ്റ്റീവ് 2 ഇല്ലേ? സ്റ്റീവ് ജോസ്. ഓക്കെ, വേഗം എഴുതാ. ഓ, ഭയങ്കര എഴുത്താണല്ലോ എല്ലാവരും. ദിയ, അറിഞ്ഞില്ലേ കുട്ടി? വിളിച്ചോ. ഹായ്, എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും വിശേഷം ചോദിക്കേ. ഇൻസ്റ്റഗ്രാമില് ഓ, അവളോട് അല്ലല്ല, അവളോട് ചോദിച്ചത് നന്നായി. എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നോട് വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, വിട്ടളഞ്ഞേക്കുന്നു. ഓക്കെ, ഇടക്ക് ഞാൻ പിടിക്കും, ഇടക്കിടക്ക് പൊക്കിക്കോ ഇങ്ങനെ. പറഞ്ഞു പറയിപ്പിച്ചെന്നല്ലോ, ഒരു മന്തി അടിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസുമാണ് 2 ടൈപ്സ് ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ തിന്നർ മിഡിൽ ആണെങ്കിൽ അത് കോൺകേവ് ആണ്, തിക്കർ മിഡിൽ പോർഷൻ ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. ആൻഡ് ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിക്കും വിളിക്കാൻ പറ്റും. കോൺവെക്സ് ലെൻസ് കൺവേർജസ് ദ ലൈറ്റ് ജനറലി ഫാളിംഗ് ഓൺ ഇറ്റ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് അവരുടെ മേലെ വീഴുന്ന ലൈറ്റിനെ എല്ലാനും കൺവേർജ് ആണ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് എ
കൺവേർജിങ് ലെൻസ്. കോൺവെക്സ് ലെൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തരും. ഓക്കെ, ഡാഷ് ലെൻസ് ഈസ് ഓൾസോ കോൾഡ് ആസ് കൺവേർജിങ് ലെൻസ്. അപ്പോൾ നമ്മൾ ആ ഡാഷ് ലെൻസിൽ എന്ത് എഴുതണം? കോൺവെക്സ് ലെൻസ് എന്ന് വേണം എഴുതാനായിട്ട്. On the other hand, concave lens diverges the light and it is called diverging lens. അല്ലേ, bends outward, പുറത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് പല ഡിറക്ഷനിലേക്ക് പോകും. അതാണ് കോൺകേവ് ലെൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡൈവേർജിങ് ലെൻസ്. ഫിഗർ കൂടി ഒന്ന് വരച്ചു വെക്കാം. കോൺവെക്സ് ലെൻസിൻ്റെ കൂടെ വരക്കേണ്ട ഫിഗറാണ്. ഇതാണൊരു കോൺവെക്സ് ലെൻസ്. കണ്ണ് വരക്കില്ല നമ്മളതുപോലെ. കുറേ ലൈറ്റ് റേസ് ഇങ്ങനെ വരികയാണ്. ലെൻസിൽ കൂടെ പോയി കഴിയുമ്പോൾ എല്ലാവരും ഒരൊറ്റ പോയിന്റിലേക്ക് വന്ന് കൺവേർജ് ചെയ്യും. ഇനി നമ്മൾ കോൺകേവ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് കോൺകേവ്. കോൺകേവ് വരയ്ക്കുമ്പോൾ എല്ലാവരും വരുന്നു, പക്ഷേ പല ഡിറക്ഷനിലേക്ക് ചിതറിപ്പോകുന്നു. കണ്ടോ, സ്കാറ്റർ ചെയ്ത് പോകും. ദിസ് ഈസ് കൺവേർജിങ് ലെൻസ്. This is diverging lens. വരക്കാട്ടോ, എഴുതുകയും ചെയ്യാം. ആ എഴുതുന്നതിൻ്റെ നേരെ തന്നെ ഓരോ ഫിഗേഴ്സും വരച്ചു വെക്കാം. മനസ്സിലായോ ആലിയ? മനസ്സിലായോ? യെസ്. ഒരാൾ വിളിച്ചു. ഹരിനന്ദ. നോ നോ നോ. ഇത് ഏത് ലെൻസാ? ഈ ഫിഗർ ഏത് ലെൻസാ? കോൺവെക്സ് ആണോ? കോൺവെക്സ് ലെൻസ്. അപ്പൊ ഇതേതായിരിക്കും? കോൺകേവ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. എഴുതിയും കഴിഞ്ഞു, വരച്ചും കഴിഞ്ഞു എന്നുള്ളവർ ആണെങ്കിൽ ഒന്ന് സ്പീഡിൽ വേവ് ചെയ്തേ. നല്ല സ്പീഡിൽ വേവേ. കൈയൊക്കെ തെറിച്ചു പോകണം. സ്പീഡിൽ വേദ്, നീ അനങ്ങില്ലേടാ? ആ ഓക്കെ ഓക്കെ. അലിയ ഓക്കെ ആണോ? അവിടെ ഡാൻസ് ഒക്കെ തുടങ്ങിയ ഒരാൾ. ഡൗട്ട് ഉണ്ടോ? എഴുതി കഴിഞ്ഞിട്ടില്ല. എന്നാൽ വേഗം എഴുതിക്കോ. ഒരു 5 സെക്കൻഡ് കൂടി തരുഞ്ഞ്. 5 seconds. 5 4 3 2 1 കഴിഞ്ഞില്ലേ? ഇത്രയും സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് അത്ര അടിപൊളിയായിട്ടൊന്നും വരക്കണ്ടടാ. റഫായിട്ട് വരച്ചാൽ മതി ഇപ്പോൾ തൽക്കാലം. നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ലെക്ചർ നോട്ട്സ് ഒക്കെ സ്പീഡിൽ എഴുതിയെടുക്കാനായിട്ട് പഠിക്കണം. നല്ല ഫാസ്റ്റായിട്ട് എഴുതാൻ പഠിക്കണം. ഐ യൂസ് ടു റൈറ്റ് സോ ഫാസ്റ്റ്. ഞാൻ എൻ്റെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എടാ നീ അതിൻ്റെ ഇടയ്ക്ക് അത് വരച്ചോ? ഇതാ അഖിൽ സാറിന് അയച്ചു കൊടുക്കട്ടോ, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കട്ടോ. അല്ലാണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് വേണമെങ്കിൽ അഖിൽ സാർ വരുമ്പോൾ അവനെടുത്തോട്ടെ. കറക്റ്റ് ആ ഫോട്ടോ തന്നെ വരച്ചവൻ, അഖിൽ സാറിന്റെ മാവേലി ഫോട്ടോ. ഓക്കെ, യെസ്. അപ്പോ കഴിഞ്ഞിട്ടുണ്ടാവണമല്ലോ. ഓക്കെ അല്ലേ? സോ ഇതേ കണ്ടോ, ഇത് നല്ല ഫിഗർ നമ്മുടെ ഫിഗറാണ് കേട്ടോ. നമ്മൾ വരച്ചതിൽ കുറേ റേസ് ഉണ്ട്, ഇവരിൽ 2 റേസ് ഉള്ളൂ. നമ്മുടെ നല്ല ഫിഗർ. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനൊരു വീഡിയോ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, പ്രൂഫ് ഉണ്ട്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ അതെങ്ങനെയാണ്? കണ്ട ലേസറിൽ നിന്ന് ലൈറ്റ് വരാണല്ലേ, ആ ലേസർ ലൈറ്റിനെല്ലാം ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, അത് കൺവേർജ് ചെയ്തു. കോൺകേവ് ആകുമ്പോൾ എങ്ങനെയാണ്? അത് എല്ലാ ലൈറ്റ്സിനെയും പല ഡിറക്ഷൻസിലേക്ക് ഡൈവേർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കൺവേർജിങ് ലെൻസ് ആൻഡ് കോൺകേവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കാം. രണ്ടും സെറ്റാണ്. ലെൻസ് സെറ്റാണ്, കോൺകേവ് സെറ്റാണ്, കോൺവെക്സ് സെറ്റാണ്. ഇത് 3ഉം സെറ്റാണെങ്കിൽ മാത്രം ഒന്ന് പവർ കാണിച്ചേ. ഞാൻ പറയണതിന് മുന്നേ അവിടെ ഒരാൾ പവർ കാണിച്ചു, ഡാനിയൽ. യെസ്, സൂപ്പർ. ഓക്കെ, യെസ്, ഈസ് എ യൂട്യൂബർ ഇന്ത്യൻ, ഐ ഡോണ്ട് നോ. ഇത് കണ്ടോ, ഇത് ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കയ്യിലൊരു ലെൻസ് വെച്ചിട്ടുണ്ട്. ഏത് ലെൻസാണെന്ന് നമുക്കറിയില്ല. ഈ ലെൻസ് വെച്ചിട്ട് ഏതോ ഒരു ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ കുറേ നേരം ആ ലെൻസിന് ഇങ്ങനെ ഫോക്കസ് ചെയ്തു. ആ പേപ്പറിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് ഇത് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറ്റ് ലാസ്റ്റ് എന്ത് സംഭവിച്ചു മിസ്? എന്ത് സംഭവിച്ചു? വിളിക്കൂ, ചോദിക്കാം നമുക്ക്.
ജോഷുവ എന്താ സംഭവിച്ചത് ലാസ്റ്റ്? പേപ്പർ ജോഷുവ നിന്റെ ഇത്ര വരെ കാണുന്നുള്ളൂ. ഇതിന്റെ അറേഞ്ച്മെന്റ് എപ്പോഴും ഇങ്ങനെയാണോ? ആണോ? പുതിയ ആളാണോ? അത് പറയണ്ടേ മിസ്. വാട്ട് ഈസ് ദിസ്? ഇത് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണോ? എന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ? ഫിസിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ? യെസ്. ഓക്കെ, അപ്പോ ഒഫീഷ്യലി ഞാൻ ഫിസിക്സിന്റെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, യെസ് ജോഷുവ. മിസ്സിന്റെ പേര് നേഹ, മിസ് ഫിസിക്സ് ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? പേപ്പർ ബേൺ ആയല്ലേ. ഇനി എങ്ങനെയായിരിക്കും പേപ്പർ ബേൺ ആയിട്ട് ഉണ്ടാവാന്ന് നോക്കാം. അടുത്ത ആള് വിളിച്ചോ. അൽത്യ. സെയിം ഹിയർ. ഓക്കെ, ഹായ്. ഓക്കെ, ഞാൻ ഏതോ ഒരു ലെൻസ് കയ്യിൽ പിടിച്ചിട്ടാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. സൺലൈറ്റ് വരുന്നു, ആ സൺലൈറ്റിന്റെ പാത്തില് ഞാനൊരു ലെൻസ് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് പേപ്പറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് ബേണായി. ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്. ഒന്ന് മ്യൂട്ട് ചെയ്തോളാം. അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ വരുന്നു. അൽത്തിയുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നു. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടി നമുക്ക്. കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ അവിടെ പിടിച്ചു വെച്ചിരുന്നത്. ബിക്കോസ് കോൺവെക്സ് ലെൻസ് ആണ് കൺവേർജിങ് ലെൻസ്. അപ്പൊ സൺലൈറ്റിൽ നിന്നുള്ള കുറേ റേസ് ഇല്ലേ, സൺലൈറ്റിൽ നിന്ന് കുറേ ലൈറ്റ് റേസ് ഇങ്ങനെ വരികയാണ്. ഈ റേസിനെ എല്ലാനും ആ കോൺവെക്സ് ലെൻസ് ഒരൊറ്റ പോയിന്റിലേക്ക്, പേപ്പറിലെ ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കൺവേർജ് ചെയ്തു. ദാറ്റ്സ് വൈ ദ പേപ്പർ ബേൺഡ്. ഓക്കെ, അതുകൊണ്ടാണ് പേപ്പർ കത്തിപ്പോയത്. ഓക്കെ, യെസ്, അത് കത്തിപ്പോയി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് നോക്കാം കേട്ടോ. വേണമെങ്കിൽ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് നിങ്ങൾ എഴുതിക്കും. നിങ്ങൾ 7th ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ടേക്ക് എ കോൺവെക്സ് ലെൻസ് ഓർ മാഗ്നിഫൈയിങ് ഗ്ലാസ്. കോൺവെക്സ് ലെൻസിന് നമുക്ക് മാഗ്നിഫൈയിങ് ഗ്ലാസ് എന്ന് വിളിക്കാം കേട്ടോ, കാരണം വലുതാക്കി കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. പുട്ട് ഇറ്റ് ഇൻ ദ പാത്ത് ഓഫ് സൺറൈസ്. പ്ലേസ് എ ഷീറ്റ് ഓഫ് പേപ്പർ as shown. Adjust the distance between the lens and the paper till you get a bright spot on the paper. Hold the lens and the paper in this position for a few minutes. Does the paper begin to burn? അപ്പോൾ കുറേ നേരം നമ്മൾ അങ്ങനെ ആ പേപ്പറിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ബേൺ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചെയ്യുമോ ഇല്ലയോ? പേപ്പർ ബേൺ ചെയ്യുമോ? ചെയ്യുമെന്നാണെങ്കിൽ തംസ് അപ്പ്, ചെയ്യില്ലെങ്കിൽ തംസ് ഡൗൺ. ചെയ്യുമെങ്കിൽ തംസ് അപ്പ്, ചെയ്യില്ലെങ്കിൽ തംസ് ഡൗൺ. ചെയ്യില്ലേ? ആ, ചെയ്യും. എന്താ മിസ് എടുത്ത് നോക്കട്ടെ. വാട്ട്? മനസ്സിലായില്ല. ഓ മൈ ഗോഡ്, അതാരാണത്? ഉദിത്താണോ? എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ബേൺ ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റിന്റെ ആൻസർ യെസ്, ഇറ്റ് ബേൺസ് ബിക്കോസ് ദ കോൺവെക്സ് ലെൻസ് കൺവേർജ്ഡ് ദ ലൈറ്റ് റേസ് ഇൻ ടു ദാറ്റ് പോയിന്റ്. കോൺവെക്സ് ലെൻസ് ആ ലൈറ്റ് റേസിനെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്തു. ആ പോയിന്റിന് അത്രയും ലൈറ്റ് റേസ്, കുറേ ലൈറ്റ് റേസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഹീറ്റ് ആവുകയാണ് അല്ലേ, അത് ചൂടാവാണ്. ആ ചൂട് കാരണമാണ് അവിടെ ബേൺ ആവുന്നത് കേട്ടോ. കുറേ ലൈറ്റ് റേസ് വരുമ്പോൾ അത്രയും ലൈറ്റ് റേസ് എല്ലാവരും ചേർന്നിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ പോയിന്റ് ബേൺ ആവും. എക്സ്പെരിമെന്റ് ക്ലിയർ ആണോ? ഈ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമ്മൾ കണ്ട വീഡിയോയും ക്ലിയർ ആണെങ്കിൽ മാത്രം ഒന്ന് ഡബിൾ തമ്പ് ഓൺ യുവർ ഹെഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. വേദിൻ്റെ ഡബിൾ തമ്പ് കിട്ടണമെങ്കിണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ഓക്കേടാ, ഓക്കെ. ക്വസ്റ്റ്യനും ആൻസർ എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. ആ ക്വസ്റ്റ്യൻ എഴുതാൻ കുറച്ച് ടൈം എടുക്കും, കുഴപ്പമില്ല. ഒരു 10 സെക്കൻഡ്സ് കൂടി തരാണ്ട, എൻ്റെ മനസ്സലിവ് കാരണം. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. കുറെ പേര് എഴുതി കഴിഞ്ഞിട്ടില്ലല്ലോ. ബുക്കുമായി ചിരിയണോടാ കള്ളെ. അമീനെ, ഏത് ബുക്കാണ് കയ്യില്?
ബാലരമേ ആ നമ്മുടെ ബുക്കാണ്, എന്നാ കുഴപ്പമില്ല. എന്നാ കുഴപ്പമില്ല എന്നൊക്കെ. അതിൽ എന്താ ഇപ്പൊ എന്താ നോക്കിക്കൊണ്ടിരുന്നതിനകത്ത് നോക്കടാ, അതിനകത്ത് എന്തെന്നാ നീ നോക്കിക്കൊണ്ടിരുന്നത്? ആപ്പിളില് ഫിസിക്സിന്റെ ക്ലാസ്സിൽ നീ മാത്സ് അപ്പൊ സമയം കളയണ്ട, നീ ആ എഴുതിയിരുന്ന് പഠിക്കണം. ഓക്കെ ആ ഓക്കെ, ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ. അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആക്കട്ടാ. നിന്റെ ബുക്കൊന്നും കാണുന്നില്ല. ഇനി ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസ് കണ്ടു. അവരെ നമുക്ക് എന്ത് പേരും വിളിക്കാം? കൺവേർജിങ് ലെൻസ് എന്നും ഡൈവേർജിങ് ലെൻസ് എന്നും വിളിക്കാം. ഒരാൾ ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യും, ഒരാൾ ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യും. ഓക്കെ, അതുവരെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമേജ് ഫോംഡ് ബൈ എ ലെൻസ്. ലെൻസിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ഇത് നമ്മൾ സെയിം നമ്മുടെ കോൺകേവ് മിററിനെയും കോൺവെക്സ് മിററിനെയും പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പക്ഷേ നമുക്കവിടെ കോൺകേവ് ആയിരുന്നു മെയിൻ ആള് അല്ലേ, കോൺകേവ് ആയിരുന്നു മെയിൻ ആൾക്കായിരുന്നു കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നത്. വെരി ക്ലോസ് പഠിക്കണം, വെരി ഫാർ പഠിക്കണം അല്ലേ, അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ കോൺവെക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് കോൺവെക്സിന്റെ ആദ്യം പഠിക്കാം. ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. ഇവിടെയും നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒബ്ജക്റ്റിന് നമുക്ക് വെരി ക്ലോസ്, മിറർ അല്ല കേട്ടോ, ലെൻസ് ആണേ, ഞാൻ കണ്ടല്ലോ. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ക്ലോസർ ടു ദ ലെൻസ്, ലെൻസ് ആയിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉള്ള ഫസ്റ്റ് കണ്ടീഷൻസ്. കോൺകേവ് മിറർ പഠിച്ചപ്പോൾ ക്ലോസ് വെക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? വിളിച്ചോ. ഡാനിയൽ. എടാ നമ്മൾ കോൺകേവ് മിറർ പഠിച്ചില്ലേ? ആ, അതിനകത്ത് ഇമേജ് ഒബ്ജക്റ്റ് നമ്മൾ വെരി ക്ലോസ് വെച്ചപ്പോൾ ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? എന്താ ഇറക്റ്റും? അത് തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. നമ്മളിവിടെ വെരി ക്ലോസ്, കോൺവെക്സ് ലെൻസിൽ വെരി ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെയിം 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 കണ്ടാ, ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് വിത്ത് ദ സെയിം ഒബ്ജക്റ്റ്. നിങ്ങളത് വീണ്ടും കാണേണ്ടിയിരിക്കുന്നു. കാണ്ട് എസ്കേപ്പ്. ഇങ്ങനെ ഇവിടെ ഗസ്റ്റ് റോളൊക്കെ കൊടുത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കും വേണമെങ്കിൽ. ആളപ്പുറത്തുണ്ട്. മിസ് ഇവിടെ കയറാറില്ലേ? ഹിബാ മിസ് ഇവിടെ, ഹിബാ മിസ് ഇവിടെ മാത്സ് എടുക്കണല്ലേ. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ആണ് വരുന്നത്. എഴുതിയോ? ക്ലോസർ വെച്ച് കഴിഞ്ഞാൽ ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ്. കിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്തത് നോക്കാം. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് വെരി ഫാർ ഫ്രം ദ ലെൻസ്, ലെൻസിൽ നിന്ന് കുറേ ഡിസ്റ്റൻസിലാണ് നമ്മൾ നമ്മുടെ ഇമേജ് വെച്ചിട്ടുള്ളത്, ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പോൾ വരുന്നത്? നേരെ തിരിച്ചെഴുതിയാൽ മതി കേട്ടോ. അടുത്ത ആൾ വിളിച്ചോ. ഉദിത്ത. ഉദിത്തെ. ഉദിത്തെ, നിന്റെ ഡൗട്ടുകള് സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അല്ല, നിന്റെ ഡൗട്ട്സേ, ഇത്രയും വലിയ വലിയ ഡൗട്ട്സ് ഒക്കെ ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടേ അത് പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കിയിട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു മോട്ടിവേഷൻ, ഇടക്കിടക്ക് അത് കാണുന്ന ഒരു മോട്ടിവേഷനാണ്. ചോദിക്കുന്നത് നിർത്തിയതുണ്ട്, എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. നല്ല ഒരിതാണ്, ഡൗട്ട്സ് വരുന്നത് നല്ല കാര്യം. ഓക്കെ, അതിനും വേണം ബുദ്ധി. ഓക്കെ, അപ്പോൾ ലെൻസിൽ വെരി ഫാർ ആണ് ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? സ്മോൾ ആയിരിക്കും, അപ്സൈഡ് ഡൗൺ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, കണ്ടോ നമ്മുടെ തക്കുട് സാർ. ഓക്കെ, എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ സ്മോളർ എന്നും പറയാം കേട്ടോ. ഇത് ഉദിത്തെ അത് തന്നെ മിസ്, അത് കാണിക്കാൻ പറ്റുമോ? അതൊന്ന്
സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? സ്പോട്ട്. എടാ നീ നിന്റെ ബുക്ക് മാത്രം കാണിച്ചാൽ മതി കേട്ടാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പോട്ട് ചെയ്തില്ലേ ഇതുപോലെ തന്നെ സെയിം. എടാ ബുക്ക് മാത്രം കാണിച്ചാൽ മതി. ഇത് ഈ കാണുന്ന തക്കുടു സാറിനേക്കാളും അടിപൊളി ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. ഇത് കയ്യില് ഗദേ, മാവേലിയുടെ കയ്യില് ഗദേ. നോക്കട്ടെ ഏട്ടാ, ഞാൻ ഭീമനാണെന്ന് വിചാരിച്ചാന്നാവോ? ഏടാ ഗായ്സ്, ഹൗ ഇസ് ഇറ്റ്? ഉദിത്ത് എന്ന് പറയുന്ന ഒരു കലാകാരനെയാണ് നമ്മൾ മിസ് ചെയ്തത് ഇത്ര നാളും. ഓക്കെ എടാ, ഇത് കൊള്ളാണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഇല്ലാത്ത മസിലൊക്കെ അവൻ വരച്ചു കൊടുത്ത് അഖിൽ സാറിന് സന്തോഷാവും. ഓക്കെ, ആ മസിലും ഗദ്ദയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ മിസ്, ക്ലിയർ ചെയ്തോ? അത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടാ, കളയല്ലേ? ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്ത് വെച്ചോ. എടുത്തോ, ഞാൻ ചിരിച്ചിക്കാം. എന്നെ കിട്ടൂലേ? അയ്യേ, എന്നെ കിട്ടണ്ടേ? ഓക്കെ മാറ്റിക്കോ. വേണ്ട. ഓക്കെ യെസ്. അപ്പോൾ നമുക്ക് 2 ടൈപ്പാണ് ഇവിടെയും ലെൻസ് വരുന്നത്. കോൺവെക്സ് ലെൻസിൽ കണ്ടീഷൻസ് വരുന്നത്. വെരി ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ആയിരിക്കും. വെരി ഫാർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് ആയിരിക്കും, ചെറുതായിരിക്കും. ഓക്കെ ആണോ? അയ്യോ, ഇമേജ് വന്നില്ലല്ലോ. അത് വേണം, അതാണ് ഇമ്പോർട്ടന്റ്. അത് തന്നെ. കുറച്ച് മസിലുണ്ടല്ലേ? മസിലുണ്ട്. പക്ഷെ ഗദ്ദ എവിടെ നിന്ന് വന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഔട്ട് ഓഫ് സിലബസ് ആണത്, അല്ലെങ്കിൽ അവന്റെ ഡൗട്ടും ഔട്ട് ഓഫ് സിലബസ് ആണ്. എഴുതി കഴിഞ്ഞോ? വെരി ഫാറും വെരി ക്ലോസും എഴുതി കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് വേവ്. ഓക്കെ, അപ്പൊ ഞാൻ ടൈം തരുവാണ് പഠിക്കാനായിട്ട്. കോൺവെക്സ് മിററിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും ഇമേജിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. അതുപോലെ കോൺവെക്സ് ലെൻസിലെ വെരി ഫാറും അതുപോലെ തന്നെ വെരി ക്ലോസും ഉള്ള ഇമേജിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. ഓക്കെ, ഇത്രയും പഠിക്കാനായിട്ടൊരു 2 മിനിറ്റ് സമയം കേട്ടോ. 2 മിനിറ്റ്, മോർ ദാൻ എനഫ്. ഓക്കെ, അപ്പൊ വേഗം ഒന്ന് പഠിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. എന്താ അവിടെ കയ്യിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കയ്യിൽ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. ഹാൻഡ്സ് അപ്പ്. ഓക്കെ ഫൈൻ. മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ കയ്യിൽ? കളറൊക്കെ ഓക്കെ. യെസ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ വെരി ക്ലോസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇമേജിന്റെ ഫീച്ചേഴ്സ് ഇറക്റ്റ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ യെസ് ഫൈൻ. ലാസ്റ്റ് വൺ മിസ്. പ്രണവ്. കോൺവെക്സ് ലെൻസിൽ വെരി ഫാർ ഒബ്ജക്റ്റ് വെച്ചാലുള്ള ഇമേജിന്റെ ഫീച്ചേഴ്സ്. വെരി ഫാറോ? അത് പിന്നെ അതല്ലെങ്കിൽ ഇതായിരിക്കുമല്ലോ. ഓക്കേടാ കറക്റ്റ് ആണ് കേട്ടോ. യെസ്. അപ്പോൾ ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ് നോക്കാം കേട്ടോ. കോൺകേവ് ലെൻസിൽ ഓൾവേസ് എപ്പോഴും ഒരൊറ്റ കേസേ ഉള്ളൂ. ഏത് ഡിസ്റ്റൻസ് ആണെങ്കിലും ഒരൊറ്റ കേസേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. ഇറക്റ്റും ഡിമിനിഷ്ഡും 2 കേസിൻ്റെ കൂടി ഒരു മിക്സാണ് അല്ലേ? ആദ്യത്തേത് ഇറക്റ്റും എൻലാർജ്ഡും, രണ്ടാമത്തേത് ഇൻവേർട്ടഡും ഡിമിനിഷ്ഡും ആയിരുന്നു. കോൺകേവ് വരുമ്പോൾ 2 കൂടി ഒന്ന് മിക്സ് ചെയ്യുക, ഇറക്റ്റും ഡിമിനിഷ്ഡും. ഒരെണ്ണത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക, അടുത്തതിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. ഓൾവേസ് ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. നോട്ട് ചെയ്യാം കേട്ടോ. The image will be always erect and diminished. ഒരെണ്ണം അവരോട് ഇങ്ങനെ മറ്റേ മേത്തിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. പിന്നെ ഞാനും അതെ, എൻ്റെ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെയാണ് പറ്റിപ്പിടിച്ചിരിക്കുള്ളൂ. എഴുതി കഴിഞ്ഞോ? ഹെഡിങ് എഴുതി, മൊത്തം എഴുതി. ഓക്കെ, അപ്പോൾ 2 ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും ഈ 2 ലെൻസിലെയും ഇമേജ് ഫോർമേഷൻ ഓക്കെ ആണ്, സെറ്റാണ്, സൂപ്പർ ആണെങ്കിൽ മാത്രം ഒരു പവർ പഞ്ച് ഞാൻ അങ്ങ് തെറിച്ചു പോണം. ഓ മൈ ഗോഡ്. ഓക്കെ യെസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
ഓക്കെ യെസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു സിമ്പിൾ സംഭവമാണ്. ഫ്ലാറ്റ് ഗ്ലാസ് പ്ലേറ്റ് ഒരു സംഭവം കൂടി ഉണ്ട്. ഫ്ലാറ്റ് ഗ്ലാസ് പ്ലേറ്റ് ഇത് നമുക്ക് ലെൻസ് പോലെ തന്നെയാണ്. ഓക്കെ, ലെൻസ് പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ലെൻസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൻ്റെ ഒരു പീസാണല്ലേ ലെൻസ് എന്ന് പറയുമ്പോൾ. പക്ഷെ കർവ്ഡ് ആയിരുന്നു. ലെൻസ് എന്ന് പറയുമ്പോൾ രണ്ടും കർവ്ഡ് ആയിരുന്നു. ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു പീസ് തന്നെയാണ്. പക്ഷെ കർവ്ഡ് അല്ല. കർവ്ഡ് അല്ലെങ്കിൽ നമുക്കതിനെ വിളിക്കാം ഫ്ലാറ്റ് ഗ്ലാസ് പ്ലേറ്റ്. ഓക്കെ, ഇതുപോലെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് പ്ലേറ്റ്. ഒരു ഫിഗർ വരച്ചു വെച്ചോ വേണമെങ്കിൽ. ഇനി ഇതിലേക്ക് ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഒന്ന് എടുത്തേ. ഓക്കെ, ഇവിടേക്ക് നമ്മൾ ലൈറ്റ് റേസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ ചേഞ്ച്. നേരത്തെ എന്തായിരുന്നു, ഒരു ടീംസ് ലൈറ്റിനെല്ലാം കൺവേർജ് ചെയ്യും, ഒരു ടീം ലൈറ്റിനെല്ലാം ഡൈവേർജ് ചെയ്യും. പക്ഷെ ഇവിടെ ലൈറ്റ് വന്നാൽ എങ്ങനെയായിരിക്കും അതിന്റെ പാത്ത് വരുന്നത്? നിങ്ങൾ തന്നെ വരച്ചേ, നിങ്ങൾ തന്നെ വരക്കാം കേട്ടോ. ലൈറ്റ് ഇത് ഇങ്ങനെ വരുന്നു. എല്ലാവരും വേഗം ഒന്ന് ബുക്കിൽ വരക്കാം. ഞാൻ പറഞ്ഞു ഒരു ചേഞ്ചും ഇല്ല. സോ ആ ഗ്ലാസ് പ്ലേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് എങ്ങനെ പോകുന്നുള്ളത് നിങ്ങൾ തന്നെ വരക്കാം. ഇതാണ് അതിശയന ഉദിത്തെ ഹൾക്കല്ല. ഇപ്പൊ വരച്ചാണോടാ നീ? ഇപ്പൊ വരച്ചല്ലേടാ? സത്യം പറയണം, ഇപ്പൊ വരച്ചല്ലേ? നോ. ഇത് നമ്മുടെ സ്റ്റീവ് തന്നെ. ഓക്കെ, വരച്ചു കഴിഞ്ഞവരെല്ലാവരും വേഗം ഒന്ന് വരച്ച ബുക്ക് ഒന്ന് സ്ക്രീനിലേക്ക് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. നോക്കട്ടെ എല്ലാവരുടെയും നോക്കട്ടെ. ആ നടുക്കുള്ളത് ഡാനിയൽ അല്ലേ? ഡാനിയൽ എന്ന് കാണിച്ചേ, നടുക്ക് ഏറ്റവും സെന്ററിൽ. ഡാനിയല് ലൈറ്റ് എവിടെ നിന്ന് വരുന്നു? എന്താ ഹാൻഡ് റൈറ്റിംഗ് നല്ല രസമുണ്ടല്ലേ? ഓക്കെ എടാ, ലൈറ്റ് വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ഡയറക്ഷൻ ഒന്ന് ആരോ മാർക്ക് ഇട്ടൊന്ന് കാണിച്ചു കേട്ടോ ഡാനിയലെ. ലൈറ്റിൻ്റെ ഡയറക്ഷൻ കൂടി ഒന്ന് കാണിക്കുക. അടുത്താളോ കാണിച്ചു. ആരോ മാർക്ക് വേണം കേട്ടോ, പോയി കഴിയുമ്പോഴും ആരോ മാർക്ക് വേണം. വെരി നൈസ് ഉദിത്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. ആരോ മാർക്ക് എവിടെ? ലൈറ്റ് പോയി കഴിഞ്ഞാലും ആരോ മാർക്ക് വേണം. ഇവിടുന്ന് പോയി കഴിയുമ്പോഴും ആരോ മാർക്ക് വേണം. ആരോ മാർക്ക് ഇങ്ങനെ വരക്കണോ അല്ലെങ്കിൽ നേരെ തിരിച്ച് വരക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആരോ മാർക്ക് എങ്ങനെ വരക്കും? എടാ ഉദിത്തെ, ഇത് വരച്ചത് വേഗം കാണിച്ചു തന്നെ സ്ക്രീനിൽ. ഇത് വരച്ചത് ആരോ മാർക്ക് ഇട്ടില്ലേ? അതങ്ങ് തിരിച്ചു വരച്ചു വെച്ചു ആരോ മാർക്ക്. എടാ ഞാൻ തിരിച്ച് വരക്കണോ അല്ലെങ്കിൽ നേരെ തന്നെ വരക്കണോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അവനത് തിരിച്ചു വരച്ചു വെച്ച്. ആരോ മാർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കാരണം എന്താ, വരുന്ന പോലെ തന്നെ അതങ്ങ് പോവാണ്. ഓക്കെ, തിരിച്ചൊന്നും വരില്ല, പോവുകയാണ് അങ്ങോട്ട്. ഓക്കെ, അതും ഒരു ചേഞ്ചും ഇല്ല, കൺവേർജും ചെയ്യില്ല, ഡൈവേർജും ചെയ്യില്ല, സൈസിലും വ്യത്യാസമില്ല, പാത്തിലും വ്യത്യാസമില്ല, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയായിരിക്കും ഫ്ലാറ്റ് ഗ്ലാസ് പ്ലേറ്റിലേക്ക് ലൈറ്റ് റേസ് വന്നാൽ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങുക ശ്രീകുട്ട, പൊത്തപ്പൊക്കെ മൂടി ഇരിക്കുകയാണ്. ഓക്കെ യെസ്. അപ്പോൾ വരച്ച് കഴിഞ്ഞെങ്കിൽ മാത്രം, എഴുതിയും കഴിഞ്ഞ് വരച്ച് കഴിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം മിസ്സേ? എന്ത് വേണം? കൊടുക്കണോ? വേണ്ട അല്ലേ? ബ്രേക്ക് വേണ്ട അല്ലേ? വേണ്ട ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ബ്രേക്ക് ഇല്ല കേട്ടോ ഒന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നത്, ഈ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നതാണ് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. അടുത്ത ആൾ വിളിച്ചോ. വിനായക്. ഗുഡ് ഈവനിങ്. സെക്കൻഡ് വൺ കൺവേർജിംഗ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺവെക്സ് ഓർ കൺവേർജിംഗ് ലെൻസ്. അടുത്ത ആള് തേർഡ് വൺ മരിയ. രണ്ട് പേരും പറയണം കേട്ടോ, രണ്ട് നെയിംസും പറയണം.
പിന്നെ കോൺകേവ്. യെസ്, കോൺകേവ് ഓർ ഡൈവേർജിങ് ലെൻസ്. ഓക്കെ, അപ്പൊ ഈ 3 ഫിഗേഴ്സ് കണ്ടു കഴിഞ്ഞാലും അത് ഏത് ലെൻസ് ആണെന്നുള്ളതും അതിന്റെ അതർ നെയിം കൂടി, ഇപ്പൊ കോൺവെക്സ് ആണെങ്കിൽ അതിന്റെ അതർ നെയിം എന്താണ്? കൺവേർജിങ് ലെൻസ്. കോൺകേവ് ആണെങ്കിൽ അതർ നെയിം എന്താണ്? ഡൈവേർജിങ് ലെൻസ്. ഓക്കെ, അപ്പൊ ഏത് ലെൻസ് ആണോ അതിന്റെ പേരും അതിന്റെ അതർ നെയിം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫിഗറും പഠിക്കണം. ഫിഗറും വരക്കാൻ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. വരക്കാനും അറിയണം, കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പണി തരാണ്. പണി വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് എക്സാമിന് എടുക്കാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സ് ഇരുന്ന് പഠിക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയ വീഡിയോ കൂടി കാണിക്കാനുണ്ട്. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടി കാണിക്കാനുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് കാണിച്ചോളാം. ഇപ്പം നമുക്കിരുന്ന് പഠിക്കാം. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയോ? 2 ലോസ്. ഓക്കെ, റിഫ്ലക്ഷൻ്റെ 2 ലോസ് പഠിക്കണം. അതുപോലെ ഈ ടേംസ് പഠിക്കണം. ഇൻസിഡൻറ്റ്, റിഫ്ലക്റ്റഡ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, നോർമൽ, പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഈ ടേംസ് പഠിക്കണം. ഞാൻ ചിലപ്പോൾ എവിടെ നിന്ന് ഇടക്കുന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിക്കണം. ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ 2 ലോസും പഠിക്കണം. അത് വെച്ച് ഞാൻ ചിലപ്പോൾ റാൻഡം ആയിട്ട് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചോദിക്കും. ക്വസ്റ്റ്യൻസ് ആംഗിൾ വെച്ചിട്ടുള്ളത് അതൊക്കെ ആൻസർ പറയണം. ഓക്കെ, ദെൻ പഠിക്കേണ്ടത് യൂസസ് ഓഫ് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. യൂസസ് പഠിക്കുക കേട്ടോ. മാർക്ക് ചെയ്തോ. ഇന്ന് എക്സാമിനുള്ള ടോപ്പിക്സ് ആണ്. ഇപ്പം ആദ്യം എക്സാമിനുള്ള ടോപ്പിക്സ് പഠിക്കുക, എന്നിട്ട് ഞാൻ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്സ് പഠിക്കാം. ആദ്യം ഇത് കവർ ചെയ്തിട്ട് അടുത്ത പഠിക്കാം. കോൺകേവും കോൺവെക്സ് യൂസസ്. പിന്നെ എന്തിനാണ് നമ്മൾ കോൺവെക്സ് മിററിനെ ഓട്ടോമൊബൈൽസിൽ സൈഡ് മിററായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റിനും ആൻസറും പഠിക്കണം. പിന്നെ ഇമേജ് ഫോർമേഷൻ, കോൺകേവിൻ്റെ ഇമേജ് ഫോർമേഷനും കോൺവെക്സിൻ്റെ ഇമേജ് ഫോർമേഷനും. ഓക്കെ, ഇറക്റ്റ് ഡിമിനിഷ്ഡ്. ഓക്കെ, ഇവിടെ വരെയാണ് ഇപ്പം പഠിക്കേണ്ടത്. ഇത്രയും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് തറോലി പഠിക്കണം. ഓൾറെഡി നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറിയാൻ പറ്റുന്ന രീതിക്ക് തറോലി പഠിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറഞ്ഞില്ലെങ്കിൽ നേരെ ഇമ്പോസിഷൻ ആണ്. നമുക്ക് ഇനി വേറെ ഒന്നുമില്ല. മൈ ഫിസിക്സ് നോട്ട് ഈസ് മിസ്സിങ്. മൂടുപോയി. ഓക്കെ, പഠിക്കുക. ആൻസർ പറഞ്ഞില്ലെങ്കിൽ നേരെ ഇമ്പോസിഷൻ ആയിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുകയാണ്, കോൺകേവും കോൺവെക്സും മിറേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഡെഫിനിഷനായിട്ട് പറയണം. ഇഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് തുടങ്ങിക്കോ. If the reflecting surface is inward, എന്ത് ഇൻവേർഡ്? കർവ്ഡ് ഇൻവേർഡ്. Curved inward, it is known as concave mirror, and the image will be always കഴിഞ്ഞോ? enlarged and ഇമേജിന്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ മതി. കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ the concave mirrors will be always curved inward. The convex mirrors will be always curved outward. Reflecting surface എന്ന് പറഞ്ഞോട്ടെ രണ്ടിലും. The reflecting surface is curved inward. Reflecting surface is curved outward. Okay. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കോൺകേവ് ആയിരിക്കും, ഒരെണ്ണം കോൺവെക്സ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ പകുതി കൂടുതലും ഞാൻ തന്നെയാണ് പറഞ്ഞു തന്നത്. എന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ പറഞ്ഞോ. എനിത്തിങ്? എനി ക്വസ്റ്റ്യൻ? ഒരു അമ്മൂമ്മ മൈദ പൊടിപ്പിക്കാൻ പോണം. പക്ഷെ ആ അമ്മൂമ്മയുടെ വീട്ടിന്റെ ചുറ്റും വലിയ മതിലാണ്. അപ്പൊ എങ്ങനെ പോകുന്നു? മൈദ അല്ലേ കൂട്ടുകാരി, അത് പൊടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് പൊടിച്ചതല്ലേ. സിമ്പിൾ ആയിരുന്നു. ശരി, കുഴപ്പമില്ല. എന്നാലും ഒരെണ്ണം ചോദിച്ചല്ല. ഓക്കെ, അടുത്ത വേദിന് വിളിച്ചോ. വേദ്, ട്രിക്കി ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് എന്നെ പഠിപ്പിക്കണം. ഓക്കെ, യെസ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, തിരിച്ചെന്നോട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, ആൻസർ പറഞ്ഞാൽ. ഓക്കെ, കോൺകേവ് മിററിന്റെ ഒരു 2 യൂസസ് പറഞ്ഞേ. Concave mirror, we can use concave mirrors for
for side mirrors. തെറ്റിപ്പോയടാ അത് കോൺവെക്സ് മിറർ ആടാ. സൈഡ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറർ ആണ്. തെറ്റിപ്പോയടാ. ഷേ ചാലഞ്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ കയ്യിൽ? ഒരെണ്ണം കൂടെ ചോദിക്കണോ? ഓക്കെ യെസ്. അയ്യോ ലെൻസിന്റെ ഡെഫിനിഷൻ പഠിച്ചായിരുന്നോ? അത് ഇന്ന് എടുത്തതാണ്. ഓക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചോദിക്കാം. പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ ഒരു 2 ഫീച്ചേഴ്സ്. Plain mirror, it will be left. It will be the image will be the opposite. Left right. അതിന്റെ ആ ഫിനോമിനയുടെ പേര് പറയണം. Lateral inverse. ഓക്കെ യെസ്. നെക്സ്റ്റ് അടുത്ത ഫീച്ചർ പറ. The image will be of the same size. എടാ പറഞ്ഞല്ലാടാ. ഇനി എന്തെങ്കിലും ഉണ്ടോ തിരിച്ച് എന്നോട് ചോദിക്കാൻ? ആ മിടുക്കൻ. ഓക്കെ അടുത്ത വിളിച്ചോ. ശ്രീനന്ദ. എന്നോട് തിരിച്ച് എന്തെങ്കിലും ചാലഞ്ച് തരാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ റൈസ് ഹാൻഡ് ഒക്കെ ചെയ്ത് വെച്ചോ. പക്ഷെ ഞാൻ ചോദിക്കണേന് ആൻസർ പറയണം. ശ്രീനന്ദ മിണ്ടൂല. ഞാൻ എപ്പോഴും ശ്രീനന്ദനെ വിളിക്കുമ്പോൾ ശ്രീനന്ദയും മിണ്ടാതിരിക്കും ഞാനും മിണ്ടാതിരിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യിക്കുമ്പോൾ അവർ ജസ്റ്റ് യെസ് മിസ്ന്നോ ഗുഡ് ഈവനിങ് മിസ്ന്നോ എന്തെങ്കിലും പറയുമല്ലോ. ഈ ആളൊന്നും മിണ്ടൂല. ഹായ് ശ്രീനന്ദ. ആ സൗണ്ട് ഇല്ല അതാണ്. സൗണ്ട് കേൾക്കുന്നില്ലടാ. കേൾക്കുന്നില്ല. അറിയില്ല മിസ് എന്തോ സംഭവിച്ചു. യെസ് ഇവിടെ നിന്നുകൊണ്ടാണ് മിസ്സേ ഇത്ര നേരം കാണാതിരുന്നത്. അടുത്ത ആളെ വിളിച്ചോ. ശ്രീനന്ദ വിളിക്കാം കേട്ടോ. അനന്യ. ഹായ്. ക്വസ്റ്റ്യൻ ചോദിക്കണമല്ലോ. സ്ഫെറിക്കൽ മിററിന്റെ ഡെഫിനിഷൻ. Spherical mirrors are mirrors that shape like hollow glass structure. The spherical mirrors are neither inward or outward. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. വിടിക്ക്. എന്നോട് തിരിച്ചെന്തെങ്കിലും ചലഞ്ച് ചോദിക്കാനുണ്ടോ? ഇല്ലേ. അൻവിതയുടെ വീട്ടിലുള്ള സെയിം കപ്പ് എൻ്റെ വീട്ടിലുണ്ട്. സെയിം ഓറഞ്ച് അല്ലേ ഇത്? എൻ്റെ വീട്ടിലുണ്ട്. സെയിം പിച്ച്. അടുത്ത ആൾ. ഹൻഷൽ. എഴുതി പഠിക്കുകയാണോ? പിന്നെ അത് എഴുതുന്ന പോലെ കണ്ടെന്തോ. എന്ത് വരക്കുന്നു? വെറുതെ കുത്തി വരക്കുന്ന. മൊത്തം പഠിച്ചു കഴിഞ്ഞോ ചാപ്റ്റർ? ഇല്ല. പക്ഷെ നമുക്ക് കുത്തി വരക്കാനാണ് ഇപ്പൊ ഇൻട്രസ്റ്റ് അല്ലേ. സോ ഒരു കാര്യം ചെയ്യാം. കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും ഡെഫിനിഷൻ ഇല്ലേ? രണ്ടിന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതിപ്പിച്ചില്ലായിരുന്നോ? തിക്കർ അറ്റ് മിഡില് തിന്നർ എന്നൊക്കെ ഉള്ള ഡെഫിനിഷൻ. അത് രണ്ടും ഒരു 10 പ്രാവശ്യം വെച്ചൊന്ന് എഴുതി പഠിക്കാട്ടോ. ഇപ്പൊ തന്നെ എഴുതിക്കോ. അത് എഴുതി കഴിഞ്ഞ ഉടനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കട്ടെ മിസ് അവന. എഴുതി കഴിഞ്ഞ ഉടനെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. ബുക്ക് ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. അടുത്ത ആള് സ്റ്റീവ്. ഹലോ. ഹായ്. ഓക്കെ ഇവനോട് എന്താ ചോദിക്കാ? ടഫ് ചോദിക്കണോ? ഓക്കെ ശരി. ഓക്കെ മിസ് പറഞ്ഞു നിന്നോട് ടഫ് ചോദിക്കാം. അപ്പൊ ഞാൻ ടഫ് ചോദിക്കാം. ഓക്കെ ഇതൊരു പ്ലെയിൻ മിറർ, ഇതൊരു നോർമൽ, ഇത് എന്തിരയാണ്? ഇത് നീ പറ. ഇൻസിഡന്റ്. ഇതെന്തിരയാണ്? ഓക്കെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? മിടുക്കൻ. യെസ് കണ്ട. അതുപോലെ എടാ ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടോപ്പിക്കിൽ നിന്നുള്ളതിൽ ചോദിക്കാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഇതിൽ ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നോട് പെട്ടെന്നെങ്കിൽ. ഓക്കെ യെസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം ആൻസർ ഏതാണെന്നുള്ളത്. ഓക്കെ യെസ്. അടുത്ത ഒരു പ്രോബ്ലം, ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചോദിക്കാൻ എനിക്ക് വേണമല്ലോ. ഗോകുൽ. യെസ്.
ദേ ഇതൊരു പ്ലെയിൻ മിറർ ആണേ, അതെ ഇത് നോർമൽ ആണേ, അതെ ഇതെന്തരേ ഇൻസിഡന്റ് റേ ഇതെന്തരേ ഇൻസിഡന്റ് റേ ദിസ് ആംഗിൾ ഈസ് 50 ഡിഗ്രി. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഈക്വൽസ് ആർ ഇൻസിഡന്റ് റേ റിഫ്ലെക്റ്റഡ് റേ ഈക്വൽ ആണ്. അതൊക്കെ. മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ് ആംഗിൾ, ഈ ഒരു ആംഗിൾ ആണ് 50, അപ്പൊ ഈ രണ്ട് ആംഗിൾസ് എത്രയായിരിക്കും? അതിന്റെ അകത്ത് ആംഗിൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ്? വെയിറ്റ് ചെയ്യുന്നില്ല. എന്തോ കാര്യമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. ലെറ്റ് മീ ചെക്ക് വെദർ ഹിസ് ആൻസർ ഈസ് റൈറ്റ് ഓർ നോട്ട്. രണ്ടും കൂടി ഇതായിരിക്കും ചിലപ്പോ. അത് രണ്ടും കൂടി എത്രയായിരിക്കും? രണ്ടും കൂടി ചിലപ്പോ ഇതായിരിക്കും 100. എടാ ഇത് 50, ഇത്രയും ആംഗിൾ 50, ഇത്രയും ആംഗിൾ 50. ഓക്കെ, ഈ വലിയ ആംഗിൾ എന്ന് പറയുന്നത്, ഈ വലിയ ആംഗിൾ ഉണ്ടോ, ഈ വലിയ ആംഗിൾ അത് 90, അത് 90 ആണ്, അത് 90 ആണ്. ഓക്കെ, എനിക്ക് വേണ്ടത് ഈ ചെറിയ ആംഗിൾ ആണ്. അപ്പൊ 90 മൈനസ് 50 30 അല്ലേ? 40 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 40 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ സൈഡിലുള്ള ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ 90ന്ന് ആ ആംഗിളിനെ മൈനസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാനായിട്ട്, ആ ഫൈനൽ ആൻസർ എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ആരായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? ഹൻഷലെ എഴുതി കഴിഞ്ഞോ? ഇല്ല, വേഗം എഴുതട്ടോ. അടുത്ത ആള്. അതിനു മുന്നേ പഠിച്ചോണ്ടിരിക്കുന്ന ചോദിക്കാം. എറിക്കിനോട് അഡ്മിറ്റ് ചെയ്തോ. എറിക്. യെസ് എറിക്കേ. ഓക്കെ എറിക്, സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയടാ ഇറക്കേ. അൺമ്യൂട്ട് അല്ലേ അവൻ? ഹായ് പറഞ്ഞേ. സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ മറന്നുപോയാ? ഫസ്റ്റ് ലോ പറഞ്ഞേ, ഫസ്റ്റ് ലോ. എന്താണ്? അതും മറന്നുപോയാ? രണ്ടും മറന്നുപോയാ? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒരു 5 ടൈംസ് വെച്ചിട്ട് എഴുതിക്കോ. എന്നിട്ട് എന്നെ കാണിക്കണം കേട്ടാ, റൈസ് ഹാൻഡിൽ ചെയ്യണം കേട്ടാ. ഇവനെന്നെ കൈയടിച്ച് വിളിക്കുന്നതാണോ സ്റ്റീവ്? എടാ എന്താടാ സ്റ്റീവേ, ക്വസ്റ്റ്യൻ ചോദിക്കണോ ഞാൻ ഇനി? നീയോ? ഞാൻ മറന്നുപോയടാ, പിന്നെ ഞാൻ ആ ഗെയിമിന്റെ കാര്യം മറന്നുപോയി. നീ ചോദിക്കാദ്യം. പിന്നെ തോക്കോന്നുള്ള പേടി, തോറ്റാല് നമ്മളത് വിട്ടുകളയും. എടാ എന്ത് തോൽവിയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അയ്യേ ചോദിക്ക് നീ. മരുഭൂമി ക്വസ്റ്റ്യൻ ചോദിക്ക്. പെട്ടു. ഒരാൾ മരുഭൂമി പെട്ടു, വെറുതെ പെട്ടു, എങ്ങനെ രക്ഷപ്പെടും? ആളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? മരുഭൂമിയിൽ പെട്ടു, എങ്ങനെ രക്ഷപ്പെടും? എന്തിനാ രക്ഷപ്പെടുന്നത്? അവിടെ തന്നെ വീഡിയോ വെച്ച് ജീവിച്ചാ പോരെ. ആ മണ്ണ് വെച്ച് വീട്ടുണ്ടാക്കിട്ട് അവിടെ ജീവിക്കും. ഞാൻ ജീവിച്ചാനെ. എടാ എങ്ങനെ നീ പറ എങ്ങനെ രക്ഷപ്പെടും? സാധാരണ കയ്യിൽ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, എന്നിട്ട് അത് തരിപ്പണമാക്കിന്നോ അല്ലെങ്കിൽ പരിപ്പളക്കിന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ആൻസർ വരാം. എന്തായിട്ട് അത് സെൻസ് ഉള്ള കാര്യമായിരിക്കില്ലെന്ന് എനിക്കറിയാം. കാലുമായിട്ട് റിലേറ്റഡ് ആണോ? കാല് ഒടിച്ച് തരിപ്പണമാക്കും, ആ പണം വെച്ചിട്ട് രക്ഷപ്പെടും. അത് ശരിയാണല്ലോ, ഞാനത് ആലോചിച്ചത്. ഒട്ടകം
ഒട്ടകത്തിന്റെ മേലെയാണ് കയറുന്നത്. ഒട്ടകം വന്നത് ദേ, 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 ദേ. എന്താണ്? ഏതൊരു ഫുട്ബോൾ പ്ലെയർ ആണോ? ഫുട്ബോൾ പ്ലെയർ ആണോ? കാല് വെച്ചിട്ട് അവിടെ ആരുമില്ല. ശരി, നീ പറ. അയാൾ ഓടുമ്പോ ഓടിയോ അതിനകത്ത് കയറി ഓടിച്ചു പോകും. അപ്പൊ ഓണി അവന്റെ സെൻസ് ഇല്ലാത്ത ചോദ്യം ഞാൻ പറയണില്ല. ആ ശരി ശരി മതി. ലോജിക് എന്ന് പറഞ്ഞ സംഭവമേ നമ്മുടെ ഇല്ലാന്നൊക്കെ. ആ എന്റെ തരാ നീ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. തരാട്ടോ, പോവരുത്. തരാ. മ്യൂട്ട് ചെയ്തവന്. ഓക്കെ യെസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം. വേറൊന്നുമല്ല, നമ്മളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞായിരുന്നല്ലോ. അത് പ്രൂവ് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ. എവരെ അത് കാണുന്നില്ലല്ലോ. ആ ഓക്കെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ കാണുന്നത് കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇത് ലേസർ ടോർച്ചാണ് കേട്ടോ. ലേസർ ടോർച്ചാണ് അത്. ഇത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മിററോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ സർഫസ് ആണത്. ഓക്കെ. ഈ സർഫസിലേക്ക് ഈ ലേസർ ടോർച്ചിൽ നിന്ന് ഒരു ലൈറ്റ് റേ 30 ഡിഗ്രിയിൽ വന്നു എന്ന് വിചാരിക്കുക. കണ്ടോ, അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് 30, 45, 60 3 ഡിഗ്രീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് റേ എത്ര ആംഗിളിലാണ് തിരിച്ചു പോകുന്നത്? എത്രയായിരിക്കും? നിങ്ങളുടെ ഒരു ഊഹത്തിൽ എത്രയായിരിക്കും? അറിയാവുന്നവരൊന്ന് വേവേതേ. 30 ഡിഗ്രിയിൽ ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ അത് എത്ര ആംഗിളിൽ തിരിച്ചു പോകും? എത്ര ആംഗിളിൽ പോകും? 30 തന്നെ പോകും. പക്ഷെ നമ്മളത് പഠിച്ചു അല്ലേ? നമ്മളത് എന്താ പറയുക, വായിച്ചു പഠിച്ചു. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. അപ്പം നമുക്ക് നോക്കാം. ശരി, വന്നില്ലല്ലോ മിസ്സേ. ആ വന്നു വന്നില്ലല്ലോ. വരും. ടെൻഷൻ അടിക്കണ്ട. ആ 30 ഡിഗ്രിയിൽ വന്നു, അത് മിററിൽ തട്ടി കറക്റ്റ് 30യിൽ പോയി. 45 ഡിഗ്രിയിൽ വന്നു, കറക്റ്റ് 45 ഡിഗ്രിയിൽ റിഫ്ലക്ട് ചെയ്തു. 60 ഡിഗ്രിയിൽ വന്നു, കറക്റ്റ് 60 ഡിഗ്രിയിൽ അത് റിഫ്ലക്ട് ചെയ്ത് പോയി. ഓക്കെ, കണ്ടോ? ഇത്രയും സിമ്പിളാണ്. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ആ കാര്യം പ്രൂവ് ചെയ്തു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആവുമെന്ന്. കണ്ടു, ഇപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. രണ്ടും ഈക്വൽ ആണ് കേട്ടോ. അതായത് ഏത് ആംഗിളിൽ വരുന്നോ ആ ആംഗിളിൽ തന്നെ ആയിരിക്കും അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണ്? സെറ്റ് ആണെങ്കിൽ ഒന്ന് ഡബിൾ തമ്പ് കാണിച്ചു വിടാം, നോക്കട്ടെ. സെറ്റ് അല്ലേ? സെറ്റ്. അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ സൂപ്പർ. യെസ്. അപ്പൊ നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻ ചോദിക്കാം. മിസ്സേ വിളിച്ചോ. എന്തത്? ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാണോ? എടാ എന്താടാ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവർക്ക് തറയിൽ തൊടില്ല. നിന്റെ ലെറ്റേഴ്സ് വരയിൽ തൊടില്ല. ഒന്ന് തൊട്ടെഴുതിട്ടാടാ, എന്നാലും പ്രോപ്പർ ആയിട്ട് ടീച്ചേഴ്സിന് എക്സാമിന് പേപ്പർ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്ന് പ്രോപ്പർ ആവണം കേട്ടോ. യെസ്. അടുത്ത വിളിച്ചോ. അമീൻ. Second law of reflection. The incident ray and the normal ray and the angle of reflection. Angle ഒന്നുമില്ല. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. Normal lies in the same plane. lies in the same plane. Okay, yes. അത് പ്രോപ്പർ ആയിട്ട് പഠിക്കണോട്ടോ. ആവശ്യമില്ലാത്ത ആൾക്കാരൊന്നും കുത്തിക്കേറ്റരുത്. അടുത്ത ആള് ജീന. അയ്യോ കുറച്ചു പേര് മിസ്സായി പോയല്ലോ മിസ്. ചാലഞ്ച് കിട്ടിയില്ല. കുഴപ്പമില്ല. യെസ് മിസ്. എന്താണ് ഓടാത്തത്? ഓടൂലേ? ഓക്കെ. ജീന, നിനക്കുള്ള ചോദ്യം ഇതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. Concave mirrors are the mirrors which are reflecting point curves inward, while convex mirrors has its reflecting point curves outward. Reflecting surface കേട്ടോ. Reflecting surface. ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും തിരിച്ചു ചോദിക്കാനുണ്ടോ? പണി തരാനുണ്ടോ? ഏത് ക്ലാസ്സിലായിരുന്നു? ഈ ക്ലാസ്സിലല്ലെന്ന് തോന്നുന്നു. ഏതോ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ചാലഞ്ച് ചോദിച്ചു. ഒരു കുട്ടി തന്ന ചാലഞ്ച് എന്താണെന്നറിയോ? വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. വെള്ളം കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചാണ്. ആ വെള്ളം മൊത്തം 1 മിനിറ്റിനുള്ളിൽ കുടിച്ചു തീർക്കാൻ. എന്നിട്ട് ഞാൻ 1 മിനിറ്റിൽ പകുതി കുടിച്ചു തീർത്തു. വെള്ളം കുടിച്ചിട്ട് അവസാനം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റണ്ട. വെള്ളം കുടിപ്പിച്ചു എന്നെ കൊണ്ട്. അപ്പൊ ജീന എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
കുച്ച് നഹി. ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്തേ ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ ആ ഓക്കെ, വിളിച്ചോ. ആ സായന്ത്. യെസ്. പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ ഒരു 2 ഫീച്ചേഴ്സ്. പിന്നെ സെയിം ഡിസ്റ്റൻസ്. ഓക്കെ, പിന്നെ വേറൊരെണ്ണുണ്ടല്ലോ ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തെങ്കിലും ചോദിക്കാണ്ട? എന്റെ ഇൻസ്റ്റ ഐ ഡി വേണ്ടവരെ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ, അപ്പൊ തന്നെ തരാം. എടാ എന്റെ പേരടിച്ചാൽ തന്നെ കിട്ടും, ഭയങ്കര ഫേമസ് ആണ്. നേഹാചന്ദ്രൻ അടിച്ചാൽ തന്നെ കിട്ടും. പോടാ, വെയിറ്റ് ചെയ്താൽ മതി. അടുത്ത ആള് റെയ്ഹാൻ. സംഭവം വേറൊന്നല്ല മിസ്സേ, എന്റെ ഐഡിയ എങ്ങനെയായിരുന്നുള്ള ഞാൻ മറന്നു. ആ ഓക്കെ, റെയ്ഹാൻ വന്നില്ലേ? ഓപ്ഷൻ വന്നില്ലേ? ഓപ്ഷൻ വന്നില്ലേ? ഓപ്ഷൻ വന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വന്നില്ല. വന്ന് ഉദിത്തിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം. ഉദിത്തെ വിളിക്കാം. എടാ വാട്ട് അല്ല, നീ പറഞ്ഞാ മതി. നീ പറഞ്ഞാ മതി. ഓക്കെ, കോൺകേവ് മിററില് വെരി ക്ലോസ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാൽ ഉണ്ടാവുന്ന ഇമേജിന്റെ ഫീച്ചേഴ്സ്. വെരി ക്ലോസ്. വളഞ്ഞ ക്വസ്റ്റ്യനാ അത്? നേരെയുള്ള ക്വസ്റ്റ്യൻ ആണത്. ഒബ്ജക്റ്റ് വളഞ്ഞാണ് ഇരിക്കുന്നതെന്നോ? അങ്ങനെ ഒരു ആൻസർ നമ്മുടെ ഇല്ലടാ. കോൺകേവ് മിററിന്റെ ഫ്രണ്ടില് വെരി ക്ലോസ് അടുത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുമല്ലോ. ആ ഇമേജിന്റെ 2 പ്രത്യേകതകൾ. ഇവരെന്താ ഞാൻ ചെയ്യേണ്ടത്? ഇറക്റ്റ് എല്ലാവർക്കും പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അതൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യാം? വെരി ക്ലോസ് വെച്ചാലുള്ളതും വെരി ഫാർ വെച്ചാലുള്ളതും, ഇറക്റ്റും എല്ലാർജും അതുപോലെ തന്നെ എന്തായിരുന്നു ഡിമിനിഷ്ഡും ഇൻവേർട്ടഡും. ഇത് രണ്ടും ഒരു 10 പ്രാവശ്യം വേഗം എഴുതിയേ. 10 ടൈംസ്. ഹെഡിങ് എഴുതണം കേട്ടോ. പിൻ ചെയ്ത് വെച്ചേക്കും. എഴുതാൻ കൊടുത്തവരൊക്കെ എഴുതി കഴിഞ്ഞോ? ഹൻഷൽ എഴുതി കഴിഞ്ഞോ? ശരി. ഓക്കെ, ഉദിത്തിനല്ലേ വിളിച്ചത്? യെസ്. ഉദിത്, കോൺവെക്സ് മിററില് ഇമേജിന്റെ ഫീച്ചേഴ്സ്. നിയറും ഫാറൊന്നുമില്ല. കോൺവെക്സ് മിററിൽ ഒരൊറ്റ കേസേ ഉള്ളൂ. അപ്രൈറ്റ്, ഡിമിനിഷ്ഡ്, വിർച്വൽ. ഓക്കെ, അപ്രൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇറക്റ്റ് എന്ന് പറയാം. ഓക്കെ, യെസ്. അടുത്ത വിളിച്ചോ. ഹരിനന്ദ. ഹരിക്കുട്ടാന്ന് വിളിക്കണോ നന്ദൂട്ടാന്ന് വിളിക്കണോ? എന്ത് വിളിക്കണം? ഹരിക്കുട്ടാന്ന് വിളിക്കണോ നന്ദൂട്ടാന്ന് വിളിക്കണോ? നന്ദൂട്ടാന്ന് വിളിക്കാന്നാ. ഓക്കെ, അപ്പൊ നന്ദൂട്ടൻ പറയൂ. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇത് ഫുള്ളാണ് 80 കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? ഇതിപ്പോ ഞാൻ എടുത്ത് പറയണോ ഫുള്ളാണെന്നൊക്കെ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാനുണ്ടോ? ഇല്ല. വെരി ഗുഡ്, മിടുക്കി. ഓക്കെ, ആൽത്തിക്ക് എന്തോ ചോദിക്കാനുണ്ടായിരുന്നല്ലോ? ആൽത്തി. ഓക്കെ, ആൽത്തി എന്ന് വിളിച്ചു. ദാ മോളില് ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ 2 ഫീച്ചേഴ്സ്. ഓക്കെ, 2 ചോദിച്ചോളൂ, 3 പറഞ്ഞു. വെരി ഗുഡ്. ഇനി എന്തെങ്കിലും തിരിച്ചു ചോദിക്കാനുണ്ടോ? ചെറുതട്ടോ, ചെറിയ പണി.
എത്ര വയസ്സാ എത്ര തോന്നും? നേരത്തെ പറഞ്ഞായിരുന്നല്ലേ? എത്ര തോന്നും? മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നിനക്ക് എത്ര തോന്നും? നിനക്ക് കണ്ടിട്ട് എത്ര വയസ്സ് തോന്നുന്നുണ്ട്? 25 30 സന്തോഷം. അല്ല, അത് മനഃപൂർവ്വം പറഞ്ഞതാണ്. അല്ല അല്ല അത്രൊന്നുമില്ല. 23 ഉള്ളൂ. ഐ ആം 2002 മോഡൽ. അതല്ല ഞാൻ എനിക്ക് തോന്നി, പക്ഷെ അത് ഓക്കെ, 23 ആണ് കേട്ടോ. ഇനി ആരും ചോദിക്കണ്ട. മൈ ഏജ് ഈസ് 23. ഐ എം 23 years ഓൾഡ്. ഓക്കെ, അതിലിനി ഒന്നും പറയാനില്ല. ഐ എം 2002 മോഡൽ. ഓക്കെ, നീ 25-നും 30-ക്കും ഇടയിലാണെന്നാ പറഞ്ഞ. അപ്പൊ ഇടയിൽ എത്ര വേണമെങ്കിലും ആ 29-നും 30 വരെ ആവാം. വാട്ടെവർ, എനിവേസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. സോ എല്ലാവരും വേഗം തന്നെ അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആക്കുക. പേരൻസിനെ വിളിച്ചെടുത്തിരുത്താം. ഇപ്പൊ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ.